ഗതാഗത വകുപ്പിന്റെ പുത്തൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തുടരുകയാണ്. എവിടെയും നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നില്ല. ഇക്കാര്യത്തിൽ പുത്തൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ, എടുക്കുന്ന ആൾക്കാർക്ക് ഓട്ടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഇപ്പം തന്നെ 8 ആണെങ്കിലും 8 ആണെങ്കിലും പാടാണല്ലോ. 8 എടുക്കുന്നതിന് അതിൻ്റേതായ രീതിയുണ്ട്, റോഡ് ടെസ്റ്റ് ആണെങ്കിലും അതിൻ്റേതായ രീതിയുണ്ട്. അപ്പോൾ ലൈസൻസ് അവർ അതിൻ്റെ രീതിക്ക് ചെയ്തത് ശരിയാണ്, പക്ഷെ ഇപ്പം കൊടുക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. പഴയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മതി. അതെ, അത് തന്നെ. കാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഇനി പുതിയൊരു പരിഷ്കാരം വരുമ്പോൾ അവസ്ഥയാവും. എത്ര വട്ടം ടെസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു, ഫെയിലായി. പഴയ രീതി തന്നെ മതിയെന്നാണ്. പഴയ രീതിയാണ് നല്ലത്. അതാകുമ്പോൾ കുറച്ചെങ്കിലും ഡ്രൈവിംഗ് നമുക്ക് ലൈസൻസ് എടുക്കണമെന്നുള്ളൊരു ചിന്ത മനുഷ്യർക്ക് ഉണ്ടാവും. പക്ഷെ ഇനി പുതിയ രീതി ആകുമ്പോഴത്തേക്കും പാട് കാരണം എടുത്തൊന്നും ഇരിക്കത്തില്ല. 3 വട്ടം ഫെയിലായെന്ന് പറഞ്ഞില്ലേ? എച്ചില ഫെയിലായി, എച്ചില കിട്ടാത്ത അനുഭവമാണോ പുതിയ പരിഷ്കാരം? അനുഭവം കൊണ്ട് പറഞ്ഞു പോയതാ പുതിയ പരിഷ്കാരത്തിനെ പറ്റി. 97 ഗൾഫിൽ പോയി ഖത്തറിൽ പോയി ആദ്യം ഹെവി ലൈസൻസ് എടുത്ത് ആദ്യത്തെ ടെസ്റ്റിന് ഞാൻ പാസ്സാവുകയും ചെയ്ത്. ഖത്തറിൽ നിന്ന് ഞാൻ ബഹറിൽ പോയി ബഹറിലെ ലൈസൻസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ UAE പോയി. ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്ത് ടെസ്റ്റ് എടുത്ത് തന്നെയാണ് എടുത്തത്. ഇത് പറഞ്ഞ കണക്കുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ റോഡാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവിടെ പരിഷ്കാരങ്ങൾ വന്നത്. പരിഷ്കാരം ഉണ്ടാക്കിയിട്ട് സംവിധാനത്തിന് പോയിട്ടില്ല. ഇവിടെ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഓവർടേക്കിങ്, സൈക്കിളുണ്ടാവും, സ്കൂട്ടറുണ്ടാവും, കാൽനട യാത്രക്കാരുണ്ടാവും. അവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സേഫ്റ്റിയാണ്, അതുകൊണ്ട് ആക്സിഡൻറ്റും കുറവാണ്. നാട് വളരുന്നതനുസരിച്ച് പരിഷ്കാരങ്ങളും വളരണം. വിദേശ രാജ്യങ്ങളിൽ ടെസ്റ്റ് അതണക്കാണ്, ക്വാളിറ്റി ഉണ്ട്. പണ്ട് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാ ഒരു ലോക്കൽ ഒരു പുരോഗമനം ഇല്ലാത്ത പഴയ കാലത്തെ സിസ്റ്റമാണ്. ഇപ്പം അതിൻ്റെതായിട്ടുള്ള പരിഷ്കാരമാകുമ്പം നാട് വളരുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഗണേഷ് കുമാർ സിനിമ സ്റ്റൈലിലുള്ള ഒരു കാര്യങ്ങൾ നടപ്പാക്കുന്നു, അതിനോട് ഞാൻ യോജിക്കുന്നു. പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം നമുക്ക് തൃപ്തിയാണ്. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഈ പുതിയ പരിഷ്കാരം വേണമെന്ന് തന്നെ. പുതിയ പരിഷ്കാരം നല്ലതാണ്, പക്ഷേ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം പുതിയ പരിഷ്കാരങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു പരിഷ്കാരവും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ ഇങ്ങനെ പരിഷ്കരിച്ചാൽ അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്. സാങ്കേതികപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പഴയത് തന്നെ നല്ലത്. ചേട്ടൻ എത്ര വർഷം മുൻപ് എടുത്തത്? ഞാൻ 10-20 വർഷം. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് പാട് തന്നെ. രീതിയിലുള്ള ഡ്രൈവിംഗ് പരിഷ്കാരത്തോട് ഇല്ല. പുതിയത് ഞാൻ 2012 എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കേസ് വലിയ പാടെന്നാണ് എല്ലാവരും പറയുന്നത്. മേലധികാരികളുടെ കാഴ്ചപ്പാടുകൾ ഓരോരുത്തരും ഓരോ പാർട്ടിക്കാരും വരുമ്പോൾ ഓരോ ചെയ്യുന്നില്ലേ, അതുകൊണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവിടെ നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ചെടുക്കേണ്ടതല്ലേ നല്ലതെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നേരെ നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിച്ചാൽ ഒരു അപകടം ഒഴിവാക്കുന്നേ ഉള്ളൂ.